ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. തലേ ദിവസം മാവരച്ച് വെക്കാതെ അതുപോലെ തന്നെ കപ്പി കാച്ചാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പാലപ്പമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. അപ്പോൾ ഈ പാലപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട പച്ചരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 250 ml മെഷറിംഗ് കപ്പിന് 2.5 കപ്പ് അളവിൽ പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ നമ്മളിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാ വെള്ളവും അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ സാധാ നോർമൽ വാട്ടറും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വലിയൊരു ബൗളിലേക്ക് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറ് നമ്മൾ കഴുകുന്നില്ല. സെയിം മിക്സിയുടെ ജാറ് തന്നെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമ്മൾ 1/4 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മട്ട റൈസിൻ്റെ ചോറാണ് ചേർത്തിട്ടുള്ളത്. ഏത് ചോറ് വേണേലും ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അത് 1/2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ച് നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പും കൂടെ എക്സ്ട്രാ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിക്കുകയാണ്. ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് 1-2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ച് 1 മണിക്കൂർ നമ്മളിതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം നന്നായിട്ട് പെർമനൻ്റായി പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാലപ്പച്ചട്ടി നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതിയെ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം അടപ്പ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. 1/2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതിയെ അടപ്പ് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.